തിക്കും തിരക്കും മൂലം യാത്രക്കാർ കുഴഞ്ഞു വീണു. ഇന്ന് വന്ദേ ഭാരത് ട്രെയിനിന് വേണ്ടി സമയക്രമം മാറ്റിയതോടെ വേണാട് എക്സ്പ്രസിൽ ദുരിതയാത്ര സംഭവിച്ചിരിക്കുന്നു. പിറവത്ത് ട്രെയിൻ ഏറെ നേരം പിടിച്ചിട്ടു. യാത്രക്കാർ കുഴഞ്ഞു വീണു. 2 സ്ത്രീകളാണ് കുഴഞ്ഞു വീണത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത്, പിറവത്താണ് ഏറെ നേരം ഇന്ന് ട്രെയിൻ പിടിച്ചിട്ടത്. അതിനെ തുടർന്നാണ് വലിയ തിക്കും തിരക്കും ഒക്കെ ഉണ്ടായിരുന്ന ഈ ട്രെയിനിലെ 2 സ്ത്രീകൾ കുഴഞ്ഞു വീണത്. അവർക്ക് അടിയന്തര മെഡിക്കൽ സഹായം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിൻ പിറവത്ത് നിന്ന് പുറപ്പെട്ടോ? അനുജ, ഒരു അരമണിക്കൂർ മുമ്പ് ട്രെയിൻ പിറവത്തു നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് 10 മണിക്ക് ഇവിടെ എത്തിച്ചേരേണ്ട ഒരു ട്രെയിനാണെന്ന് ഓർക്കണം. 11:30 ആവാറായിരിക്കുന്നു. ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കിട്ടുന്ന വിവരം. ഇത് ശ്രീകാന്ത്, ഞാൻ എത്താം. ഇപ്പോൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ശ്രീജിത്ത് നമുക്കൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീജിത്ത്, ഇന്നിപ്പോൾ സംഭവിച്ചത് എന്താണ്? നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് വലിയ തിക്കും തിരക്കുമായിരുന്നു ട്രെയിനിൽ എന്നതാണ്. ഇത് സ്ഥിരമായി ഉണ്ടാകുന്നതാണോ ഈ പിടിച്ചിടൽ? നമ്മൾ നേരത്തെയൊക്കെ വാർത്ത നൽകിയിട്ടുണ്ട്, വന്ദേ ഭാരതിന് വേണ്ടി ഇത്തരത്തിലേക്ക് ട്രെയിൻ പിടിച്ചിടുന്നു, അത് മണിക്കൂറുകളോളം പല സ്റ്റേഷനുകളിലും പിടിച്ചിടേണ്ട സാഹചര്യമുണ്ട് എന്നൊക്കെ. ഇന്ന് സംഭവിച്ചത് എന്താണ് ശ്രീജിത്ത്? മാഡം, വേണാടിന് കുറച്ചു കാലം മുമ്പ് വരെ വണ്ടി തിങ്ങി നിറയുന്നത് ഏകദേശം ഏറ്റുമാനൂര് പിറവൊക്കെ എത്തുന്ന മുതലായിരുന്നു. ഇപ്പൊ വണ്ടി ചെങ്ങന്നൂർ മുതൽ വണ്ടിക്കകത്ത് ഒരാൾക്ക് കയറാൻ പറ്റാത്ത വിധത്തിൽ നിറഞ്ഞു കവിഞ്ഞാണ് വരുന്നത്. വണ്ടി വാതിൽ പടിയിലും ബാത്റൂമിന്റെ ഇടനാഴിയിലും ബാത്റൂമിന്റെ ഉള്ളിലും സ്ത്രീകളടക്കം കയറി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം നിലവിൽ നമുക്ക് സീസൺ ടിക്കറ്റുകാരിലെ സ്ഥിര യാത്രക്കാർക്ക് പോലും കയറാത്ത അവസ്ഥയിൽ ഇതൊന്നും അറിയാതെ സാധാരണ ആൾക്കാർ, നേരത്തെ വന്ന് ടിക്കറ്റ് എടുത്ത ആൾക്കാർ ഈ തിരക്ക് കണ്ടിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് പോലും വണ്ടിയിൽ കയറാതെ മടങ്ങുന്ന ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം അതൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു, അതിൻ്റെ അകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയും. അതുകൂടാതെ ഈ വണ്ടി പഞ്ച്വാലിറ്റിയെ സംബന്ധിച്ച് ഒത്തിരി പരാതി പോകുന്നുണ്ട്. ഏകദേശം 9:19 തൃപ്പൂണിത്തുറ വരേണ്ടത്. ഈ വണ്ടി 9:40 കഴിയുമ്പോഴാണ് സ്ഥിരമായിട്ട് വരുന്നത്. അതിന് റെയിൽവേ തന്നെ വരുന്ന വിശദീകരണം എന്ന് പറഞ്ഞാൽ ചെയിൻ വലിക്കുന്നത് കൂടുതലാണെന്നാണ്. കാരണം എന്ന് വെച്ചാൽ ഗാർഡിന് സിഗ്നൽ കൊടുത്താൽ മാത്രമേ ഉള്ളൂ ലോക്കോ പൈലറ്റിന് വണ്ടി മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഗാർഡിന് വിസിലടിക്കാൻ പറ്റാത്ത വിധം ആൾക്കാർ കയറിക്കൊണ്ടേ ഇരിക്കുവാണ്. ചെങ്ങന്നൂർ മുതൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ തിരുവല്ല, പിറവം, മുളന്തുരുത്തിയിലൊക്കെ ആൾക്കാർ കൊഴിഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ടായി. ഇപ്പം മാധ്യമങ്ങളിൽ വരുന്ന വീഡിയോ മുളന്തുരുത്തിയിൽ നിന്നുള്ള വീഡിയോ ആണ്. അപ്പൊ അതിനു മുമ്പ് ഉണ്ടായി, അത് തിരുവല്ലയിലുണ്ടായി. തിരുവല്ല മുതലേ ആൾക്കാർക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് വണ്ടിക്കകത്ത്. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ശ്രീജിത്ത്, ഒരുപക്ഷെ ഇന്നത്തെ ഈ തിരക്കിന് കാരണം ഓണാവധി കഴിഞ്ഞുള്ള ആദ്യ പ്രവൃത്തി ദിനം എന്നുള്ളതായിരിക്കില്ലേ? ഓണാവധിയായിട്ട് ബന്ധമില്ല മേഡം. ഓണാവധി കഴിഞ്ഞിട്ട് ആയല്ലോ. ഓണാവധി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അത് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ അല്ലെങ്കിൽ വ്യാഴാഴ്ച മുതൽ ആൾക്കാരെല്ലാം വന്നു തുടങ്ങി. ഇത് സ്ഥിരമായിട്ടുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ റെയിൽവേയിൽ ഇതെല്ലാം പരാതി പറയുന്നുണ്ട്. അപ്പം അവർക്കറിയാം ഇതിന്റെ പരിഹാരം എന്താണെന്നുള്ളത്. അതായത് പാലരുവിക്കും വേണാടിനും വരയ്ക്കുള്ള 1.25 മണിക്കൂർ ഗ്യാപ്പാണ് ഈ ഉള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം പാലരുവി വളരെ നേരത്തെ കായംകുളത്ത് നിന്ന് 5:30 ആകുമ്പോൾ പോരുന്നു. ആ വണ്ടി ഇവിടെ 7:40, 7:45 ആകുമ്പം മുളന്തുരുത്തി പിടിച്ചിടുവാണ്. 25 മിനിറ്റ് വന്ദേ ഭാരത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് തിങ്ങി നിറഞ്ഞ് ശ്വാസം കിട്ടാതെ ആൾക്കാർ അതിനകത്ത് നിൽക്കുമ്പോൾ വണ്ടി മൂവിങ്ങിലാണെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് കാറ്റ് കിട്ടും. ഇത് വണ്ടി ഡെഡ് ഫ്ലോയിലാണ്, അവിടെ കിടക്കുവാണ്. വണ്ടി നിർത്തിയിട്ടിരിക്കുവാണ് 25. താങ്കൾ ഇതിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണോ ശ്രീജിത്ത്? ഞാനൊരു 10 വർഷമായിട്ട് സ്ഥിരം യാത്ര ചെയ്യുന്ന ആളാണ്. അതെ, അപ്പൊ ഇതിൽ ഈ വന്ദേ ഭാരതിന് വേണ്ടി സമയം മാറ്റുന്നതും ഒരു പ്രശ്നമാണ്. അതിൽ പരാതിപ്പെട്ടിട്ടുണ്ട് യാത്രക്കാർ. പക്ഷേ അതിൽ റെയിൽവേ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നാണോ? അതെ, വന്ദേ ഭാരത് വരുന്നതിന് മുമ്പ് പാലരുവിക്കും വേണാടിനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് കുറച്ച് കുറവായിരുന്നു. വന്ദേ ഭാരത് വന്നപ്പോൾ വേണാടിന് 5:15 എന്നുള്ള തിരുവനന്തപുരത്ത് നിന്ന് എടുക്കേണ്ട സമയം 5:25 മാറ്റിയിട്ടാണ് വന്ദേ ഭാരത് വരുന്നത് തന്നെ. 5:15 വന്ദേ ഭാരത് വന്നു. അന്ന് തന്നെ യാത്രക്കാർ പറഞ്ഞതാണ് 5 മണിക്ക് വന്ദേ ഭാരതും 5:15 വേണാടും ആക്കുക എന്നുള്ളത്. അത് റെയിൽവേ കേട്ടില്ല. വന്ദേ ഭാരതിന് വേണ്ടിയിട്ട് ഒരു കോംപ്രമൈസും ഇന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും 25 മിനിറ്റ് ആ മുളന്തുരുത്തിയിൽ പാലരുവി പിടിച്ചിരുന്നതിന് പകരം ഒരു 5 മിനിറ്റ് കൊല്ലത്തുനിന്ന് നേരത്തെ പുറപ്പെട്ടാൽ പാലരുവിയെ തൃപ്പൂണിത്തുറ കയറ്റാം. തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞൊരു ഹബ്ബാണ്. ഇപ്പോൾ മെട്രോ ഉണ്ട്, ട്രെയിൻ ഉണ്ട്, ബസ് ഉണ്ട്, എല്ലാ മാർഗവും ഉണ്ട്. വ്യവസായ മേഖല എല്ലായിടത്തേക്കും ആക്സസ് ഉണ്ട് തൃപ്പൂണിത്തുറ. എന്നിട്ടും 25 മിനിറ്റ് ഒരു വെള്ളം പോലും കിട്ടാത്ത സ്ഥലത്താണ് രാവിലെ പാലരുവി പിടിച്ചിരുന്നത്. അപ്പൊ ആ പാലരുവിക്ക് അങ്ങനെ വന്ന് പിടിച്ചിട്ട് ശ്വാസം കിട്ടാത്ത ആൾക്കാർ 1.25 മണിക്കൂറുള്ള വേണാടിലേക്ക് ആശ്രയിക്കുമ്പോഴാണ് ഇത്ര അധികം തിരക്ക് വേണാടിലേക്ക് വരുന്നത്. അത് ഓണത്തിന്റെ തിരക്കല്ല, ഒരു ദിവസത്തെ തിരക്കല്ല. കാരണം ആലപ്പുഴയ്ക്കും വടക്കോട്ടുള്ള വണ്ടി വണ്ടികൾ ഇത്തരത്തിലേക്ക് ഇത് സ്ഥിരം സംഭവമാണ്, പതിവായി നടക്കുന്നതാണ് എന്നതാണ് ശ്രീജിത്ത്. അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായി വേണാടിൽ യാത്ര ചെയ്യുന്നയാളാണ്. അതിൽ റെയിൽവേ അധികൃതർ അടിയന്തരമായി തന്നെ ഇടപെടണമെന്നുള്ളതാണ് ആവശ്യം.